നമ്മൾ മലയാളികൾക്ക് സിനിമ ഒരു ഭ്രാന്താണല്ലേ. മോഹൻലാൽ, മമ്മൂട്ടി, പുതിയ സിനിമകള്, നമ്മൾ ഇതൊക്കെ ആഘോഷിക്കാറുമുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഈ മലയാള സിനിമ എങ്ങനെ തുടങ്ങി എന്നാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ സിനിമാ ലോകം ഉണ്ടാകാൻ വേണ്ടി സ്വന്തം ജീവൻ കളഞ്ഞ ഒരാളുടെ കഥയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ജെ.സി. ഡാനിയൽ. നമ്മുടെ ആദ്യത്തെ സിനിമയുടെ സംവിധായകൻ. ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് പിന്നീട് ഡെന്റിസ്റ്റായും ജീവിക്കേണ്ടി വന്നു. ആരും അറിയാതെ പോയ ആ വലിയ ചരിത്രമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വെൽക്കം ടു സ്കിനിമ. ലെറ്റ്സ് ഗോ. മലയാള സിനിമയുടെ പിതാവായ ജെ.സി. ഡാനിയൽ ജനിച്ചത് 1900-ലാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള അഗസ്തീശ്വരത്താണ്. അന്നൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ വിദേശ വസ്തുവാണ്. സിനിമ തിയേറ്ററുകൾ പോലും വളരെ കുറവാണ്. പക്ഷെ ചെറുപ്പം മുതൽക്കേ ഡാനിയലിന് കലയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്കൊരു മലയാള സിനിമ ഉണ്ടാക്കിക്കൂടാ, നമ്മുടെ കഥകളും നമ്മുടെ ആളുകളും ഒക്കെ ആയിട്ട്. പക്ഷെ എവിടെ പോയി സിനിമ പഠിക്കാൻ? കേരളത്തിൽ അന്ന് അതിനുള്ള സൗകര്യമില്ല. എല്ലാവരും ചിരിച്ചു തള്ളി. മലയാളത്തിലെ സിനിമയോ? അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഡാനിയൽ അതൊന്നും കേട്ടില്ല. അദ്ദേഹം ഒരു വലിയ തീരുമാനം എടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള പണവുമായി നേരെ മുംബൈയിലേക്ക് കപ്പൽ കയറി. അവിടെ പോയി അദ്ദേഹം ക്യാമറ ഉപയോഗിക്കാനും ഫിലിമിന്റെ പ്രോസസ്സിങ്ങും അങ്ങനെ എല്ലാ വിദ്യകളും പഠിച്ചു. തിരിച്ചു വന്നപ്പോൾ കയ്യിലൊരു ക്യാമറയും പ്രൊജക്ടറും ഉണ്ടായിരുന്നു. ഡാനിയൽ തിരുവനന്തപുരത്ത് ഒരു ചെറിയ സ്റ്റുഡിയോ തുടങ്ങി. പേര് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ്. അദ്ദേഹം തീരുമാനിച്ച കഥയുടെ പേര് വിഗതകുമാരൻ എന്നായിരുന്നു. പക്ഷെ പ്രശ്നങ്ങളൊക്കെ അവിടെ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും അന്നൊക്കെ അഭിനയിക്കുമോ? അന്നത്തെ കാലത്ത് സ്ത്രീകൾ പൊതുവേദിയിൽ വരുന്നത് തന്നെ വളരെ കുറവാണ്. സിനിമയിലോ ചിന്തിക്കാനേ വയ്യ. സിനിമ അഭിനയിക്കുന്നത് മോശം കാര്യമായിട്ടാണ് പലരും കരുതിയിട്ടുള്ളത്. നായികയില്ലാത്ത നായകൻ. ഡാനിയൽ ഒരുപാട് അന്വേഷിച്ചു. ഒടുവിൽ റോസി എന്നൊരു യുവതിയെ കണ്ടെത്തി. വലിയ വാഗ്ദാനങ്ങൾ നൽകി ഡാനിയൽ അവരെ അഭിനയിപ്പിച്ചു. റോസി ആയിരുന്നു നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ നായിക. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഡാനിയൽ സിനിമയുടെ പണി പൂർത്തിയാക്കി. 1928 തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററിൽ സിനിമ റിലീസും ചെയ്തു. പക്ഷെ സംഭവിച്ചത് ആർക്കും അത്ര വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. സിനിമ കാണാൻ വന്ന ചില ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു താഴ്ന്ന ജാതിക്കാരി സിനിമയിൽ ഒരു ഉയർന്ന ജാതിക്കാരിയുടെ കഥാപാത്രം അഭിനയിച്ചെന്നറിഞ്ഞപ്പോൾ അവർക്ക് സഹിച്ചില്ല. സരോജിനി എന്നൊരു അപ്പർ കാസ്റ്റ് നായർ വുമന്റെ റോളാണ് റോസി അന്ന് ചെയ്തത്. തിയേറ്ററിനുള്ളിൽ ആളുകൾ ബഹളമുണ്ടാക്കി. റോസിയുടെ ചിത്രം വെച്ച പരസ്യ ബോർഡുകൾ കീറി. സിനിമയുടെ പ്രിന്റുകളെല്ലാം നശിപ്പിച്ചു. മലയാളത്തിലെ ആദ്യത്തെ സിനിമ അതിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ നശിപ്പിക്കപ്പെട്ടു. ഇതായിരുന്നു നമ്മുടെ ആദ്യ സംവിധായകനും നായികയ്ക്കും കിട്ടിയ പ്രതിഫലം. ജെ.സി. ഡാനിയലിന്റെ ജീവിതം അവിടെ തകർന്നു പോയി. സിനിമയ്ക്ക് വേണ്ടി വിറ്റ സ്വത്തുകൾ തിരിച്ചെടുക്കാൻ പിന്നീട് കഴിഞ്ഞിട്ടില്ല. സിനിമയുടെ പ്രിന്റുകളും നശിപ്പിച്ചു. റോസിയുടെ അവസ്ഥ ഇതിലും കഷ്ടമായിരുന്നു. അവർക്ക് ജീവിക്കാൻ വേണ്ടി ലിറ്ററലി ഒളിച്ചോടേണ്ടി വന്നു. പിന്നീട് റോസിക്ക് എന്ത് സംഭവിച്ചു എന്ന് വർഷങ്ങളോളം ആർക്കും അറിയില്ലായിരുന്നു. സ്വപ്നം തകർന്ന് പോക്കറ്റിൽ പണമില്ലാതെ ഡാനിയൽ ജീവിക്കാൻ വേണ്ടി പുതിയൊരു വഴി കണ്ടെത്തി. അദ്ദേഹം ഡെന്റിസ്റ്റ് ആവാൻ പഠിച്ചു. മലയാള സിനിമ വളർന്നു. സംസാരിക്കുന്ന പുതിയ സിനിമകൾ വന്നു. പുതിയ നടന്മാരും സംവിധായകരും ഒക്കെ വന്നു. പക്ഷേ ഈ മലയാള സിനിമയ്ക്ക് തുടക്കമിട്ട ജെ.സി. ഡാനിയലിനെ എല്ലാവരും മറന്നു. ഏകദേശം 40 വർഷത്തോളം അദ്ദേഹം താനെടുത്ത സിനിമയുടെ ക്രെഡിറ്റ് പോലും കിട്ടാതെ ഒരു സാധാരണക്കാരനായും ഡെന്റിസ്റ്റായും ഒക്കെ ജീവിച്ചു. സത്യമെന്നും ഒരു ദിവസം പുറത്തു വരുമല്ലേ. വർഷങ്ങൾക്ക് ശേഷം ചില സിനിമാ പ്രവർത്തകരും പത്രപ്രവർത്തകരും ഈ ചരിത്രം വീണ്ടും അന്വേഷിച്ചു. അപ്പോഴാണ് ജെ.സി. ഡാനിയൽ എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം തന്റെ ആദ്യ സിനിമയുടെ പേരിൽ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെന്നും മനസ്സിലാക്കിയത്. അങ്ങനെ ജേർണലിസ്റ്റായ ചെല്ലങ്കോട്ട് ഗോപാലകൃഷ്ണന്റെ റിസർച്ച് ഒക്കെ കൊണ്ട് കേരള സർക്കാർ അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിച്ചു. താൻ ചെയ്ത കാര്യത്തിന് ഒരു ചെറിയ അംഗീകാരം അദ്ദേഹത്തിന് കിട്ടി. ഇന്നും കേരള സർക്കാർ മലയാള സിനിമയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ലൈഫ് ടൈം സംഭാവനയ്ക്കുള്ള അവാർഡ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം? ജെ.സി. ഡാനിയൽ അവാർഡ്. ജെ.സി. ഡാനിയലിന്റെ ജീവിതം നമുക്കൊരു വലിയ പാഠമാണ്. അദ്ദേഹത്തിന്റെ ധൈര്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നും ഒരുപക്ഷെ നമുക്ക് സ്വന്തമായൊരു മലയാള സിനിമ ചിലപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. ഒരു സിനിമയ്ക്ക് വേണ്ടി എല്ലാം കളഞ്ഞ ഒരു മനുഷ്യന്റെ ഓർമ്മയാണ് ഇന്ന് ഈ ഒരു ജെ.സി. ഡാനിയൽ അവാർഡ്. നമ്മുടെ വലിയ സിനിമാ ലോകം ഉണ്ടാകാൻ കാരണം ആരും ഓർക്കാതെ പോയ ഈ ഒരു ഒറ്റയാൾ പോരാളിയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു സ്കിനിമ.